മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള്, സിനിമാ മേഖലയില്, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വലിയ ആഘോഷത്തിലാണ്, വലിയ ആഹ്ലാദത്തിലാണ്. യഥാർത്ഥത്തിൽ അവരുടെ മണ്ട നോക്കി തന്നെയാണ് രാജ്യത്തെ കേന്ദ്ര സർക്കാർ കൊട്ടിയത് എന്നുള്ളത് ഇവന്മാർക്ക് ഇനി എന്നാണ് മനസ്സിലാക്കുക? ഇവന്മാര് വെറുതെ അല്ല രാജ്യത്തിന്റെ പ്രതിപക്ഷമായിട്ട് തന്നെ മൂന്നാം ടേമും തുടരുന്നത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. എന്താണ് RSS ഉദ്ദേശിക്കുന്നത്, എന്താണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു സൂചന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ആ കത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ കത്ത് പൂർണ്ണമായിട്ടും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. നമ്മുടെ മലയാള മാധ്യമങ്ങള് അതൊന്നും പൂർണ്ണമായിട്ട് വായിച്ച് കേൾപ്പിച്ചുകൊള്ളണമെന്ന് ഇല്ല. ഏതായാലും ഞാൻ അതിന്റെ പൂർണ്ണത ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മറ്റൊരു കാര്യം എടുത്തു ചോദിക്കുകയാണ്, അല്ല രാജ്യതലസ്ഥാനത്തേക്ക് നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയൊക്കെ ആവർത്തിക്കാൻ ഓടിയവരൊക്കെ എന്ത് ചെയ്യും? ഇനി എന്താണ് അവരൊക്കെ ചെയ്യുക? ഇനി ആര് പ്രതിഷേധം എന്നതിന്റെ പേരിൽ കലാപം നടത്താൻ തെരുവിലിറങ്ങി കഴിഞ്ഞാൽ സ്പോട്ടിലെടുത്ത് തീഹാറിൽ തള്ളും എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? ചോദ്യം പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. ഇനിയും ഉളുപ്പില്ലാതെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്ന മാധ്യമങ്ങൾ ഫാസിസ്റ്റ് സർക്കാരാണ് നരേന്ദ്രമോദി എന്ന് ഉളുപ്പില്ലാതെ പച്ച നുണ ഇനിയും വിളിച്ചു പറയണം. ജനാധിപത്യപരമായിട്ട് സമരത്തെ അംഗീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് സമരക്കാരുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ആ കത്ത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേട്ടുകൊള്ളൂ. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി രാജ്യത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എൻ്റെ യുവ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി ഞാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ പരിഷ്കരണത്തിനുമായി സമർപ്പിതനായി പ്രവർത്തിച്ചു. ശക്തവും ഉൾക്കൊള്ളുന്നതും ദീർഘദർശിയുമായ ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് ശക്തമായ രാഷ്ട്രത്തിന്റെ അടിത്തറ എന്ന് ഞാൻ എന്നും വിശ്വസിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കളുടെ അഭിലാഷങ്ങളെയും വികാരങ്ങളെയും ന്യായമായ പ്രതീക്ഷകളെയും ഞാൻ ആഴത്തിൽ ബഹുമാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് നമ്മുടെ എല്ലാം രാഷ്ട്രീയവും സാമൂഹികവുമായ ജീവിതത്തിന്റെ ധാർമ്മിക പ്രതിജ്ഞയാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ദീർഘദർശിയായ നേതൃത്വത്തിൽ രാഷ്ട്രത്തെ സേവിക്കാൻ എനിക്ക് ലഭിച്ച അവസരത്തിന് ഞാൻ പ്രധാനമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. എന്നാൽ 2026 മെയ് 3 നടന്ന നീറ്റ് UG പരീക്ഷയിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. ഇന്ത്യ ഗവൺമെന്റ് അത് ഉടനടി ഗൗരവമായി പരിഗണിച്ച് അന്വേഷണം CBIയെ ഏൽപ്പിക്കുകയും പരീക്ഷ റദ്ദാക്കി പുതിയ തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടൊപ്പം അടുത്ത വർഷം മുതൽ ഈ പരീക്ഷ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് രീതിയിൽ നടത്താനും തീരുമാനിച്ചു. ഈ കാലയളവിൽ 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ പരീക്ഷ സുഗമമായി നടത്തുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന മുൻഗണന. ഇതിനായി ഓൾ ഓഫ് ഗവൺമെന്റ് അപ്രോച്ച് എന്ന നിലയിൽ പ്രവർത്തിച്ചു. ഇതിൽ കേന്ദ്ര സർക്കാരിനൊപ്പം സംസ്ഥാന സർക്കാരുകൾക്കും പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടങ്ങൾക്കും സുപ്രധാന പങ്കുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മാതാപിതാക്കളുടെയും സഹകരണത്തോടെ 2026 ജൂൺ 21 ഈ പരീക്ഷ പൂർത്തിയായി. ആദ്യ ദിവസം മുതൽ തന്നെ ഞാൻ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഈ സാഹചര്യത്തിൽ നിന്ന് ഒരിക്കലും മുഖം തിരിച്ചില്ല. പരീക്ഷാ മാഫിയ കാരണം ഒരു മിടുക്കനായ വിദ്യാർത്ഥിയുടെയും സാധ്യതയും തകരാൻ അനുവദിക്കില്ല. ഒരു വിദ്യാർത്ഥിയോടും അനീതി ഉണ്ടാകാൻ അനുവദിക്കില്ല എന്നതായിരുന്നു എന്റെ പ്രതിജ്ഞ. ജൂലൈ 16 പ്രഖ്യാപിച്ച നീറ്റ് UG ഫലങ്ങൾ തൃപ്തികരമായിരുന്നു. ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നുള്ള നിരവധി മിടുക്കരായ വിദ്യാർത്ഥികൾക്കും വിജയം നേടാൻ കഴിഞ്ഞു. എന്നാൽ ഈ കാലയളവിലും വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ചിലർ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. ഇത് എന്നെ അതീവം വേദനിപ്പിച്ചു. നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയിൽ ഞാൻ എന്നും അചഞ്ചലമായ വിശ്വാസം പുലർത്തിയിട്ടുള്ള
ആളാണ്. യുവാക്കളുടെ അഭിലാഷങ്ങളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ആഴത്തിൽ ബഹുമാനിച്ചിട്ടുള്ള ആളുമാണ്. അവർ ഇന്ത്യയുടെ ഭാവി മാത്രമല്ല, മറിച്ച് പുതിയതും വികസിതവുമായ ഇന്ത്യയുടെ വാഹകരും നിർമ്മാതാക്കളും ഭാവിയുടെ ശില്പികളും കൂടിയാണ്. കഴിഞ്ഞ 10 ദിവസത്തെ സംഭവ വികാസങ്ങൾ കണ്ട് എൻ്റെ മനസ്സ് ദുഃഖിതമാണ്. ഇത് എനിക്ക് വ്യക്തിപരമായ അന്തസ്സിന്റെ വിഷയമല്ല. ഇന്ത്യയുടെ യുവശക്തിയാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി. രാജ്യത്തിന്റെ യുവശക്തിയെ ആശയക്കുഴപ്പത്തിന്റെ കെണിയിൽ വീഴാൻ അനുവദിക്കില്ല എന്നതാണ് എന്റെ പ്രതിജ്ഞ. ജന്തർ മന്ദിറിലും രാജ്യത്തും ഉടലെടുത്ത സാഹചര്യം രാഷ്ട്രവിരുദ്ധ ശക്തികൾ മുതലെടുക്കാതിരിക്കാൻ, രാജ്യത്തിന്റെ ഐക്യം നിലനിൽക്കാൻ, ഇന്ത്യയിലെ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി നിയമക്കുരുക്കുകളിൽ കുടുങ്ങാതിരിക്കാൻ, നമ്മുടെ കുട്ടികൾ അവരുടെ സമയം പഠനത്തിനായി വിനിയോഗിക്കാനും കരിയർ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വേണ്ടി ചിന്തിച്ചാണ് ഞാൻ എൻ്റെ രാജിക്കത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് അയച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും വിശ്വാസത്തിനും തുടർച്ചയായി പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം മന്ത്രിസഭയിലെ എൻ്റെ എല്ലാ ബഹുമാന്യരായ സഹപ്രവർത്തകർക്കും, മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർക്കും, ജീവനക്കാർക്കും, എനിക്കൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. രാഷ്ട്രസേവനമാണ് എൻ്റെ ജീവിതത്തിലെ പരമോന്നത മുൻഗണന. ഇതിനായി ഞാൻ എന്നും സമർപ്പിതനായി തുടരും. ഭഗവാൻ ശ്രീ ജഗന്നാഥന്റെ അനുഗ്രഹത്താൽ ഭാരതമാതാവിനും ഒഡീഷയിലെ ജനങ്ങൾക്കും രാജ്യത്തെ യുവാക്കളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടി ഭാവിയിലും എന്നാൽ കഴിയുന്ന എല്ലാ വിധത്തിലും ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. ഇത് ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രഖ്യാപനമാണ്. സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിയിലേക്ക് എത്തിയിട്ടുള്ളത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യത്തെ യുവശക്തിയെ, രാജ്യത്തെ പുതുതലമുറയെ രാജ്യവിരുദ്ധർ തോന്നിയതുപോലെ ഉപയോഗിക്കുമെന്ന് ഭയപ്പെട്ടിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ചിരിക്കുക. ഇതിൻ്റെയൊക്കെ റിസൾട്ട് രാജ്യത്തുടനീളം രാജ്യത്തെ പുതുതലമുറ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കും. രാജ്യത്തെ പുതുതലമുറ കൃത്യമായിട്ട് തന്നെ ഏറെക്കുറെ തിരിച്ചറിഞ്ഞതാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി കലാപകാരികളാണ്. ഇതൊരു ആവശ്യം ഉയർത്തിപ്പിടിക്കുക എന്ന് മാത്രമേ ഉള്ളവർക്ക് രാജ്യത്തെ കെറിമുറിക്കലാണ് ലക്ഷ്യം എന്നുള്ളതൊക്കെ ഏറെക്കുറെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു കലാപത്തിലേക്കും രാജ്യത്തെ പുതുതലമുറയിലെ ഒരാളും പോവാതിരിക്കാൻ ചോദ്യപേപ്പർ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള രാജി പോലും വെച്ചിരിക്കുന്നു. ഈ രാജ്യത്തിന് ഒരു തരത്തിലും ഒന്നും സംഭവിക്കരുത്, രാജ്യത്തെ പുതുതലമുറക്ക് ഒന്നും സംഭവിക്കരുത് എന്ന് കരുതി തന്നെയാ നരേന്ദ്രമോദി സർക്കാർ ഈ ചടുലമായ നീക്കം നടത്തിയിട്ടുള്ളത്. കോക്രോച്ച് ജനതാ പാർട്ടിക്കാരുടെ ഈ സമരം വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യപരമായിട്ട് സ്വീകരിച്ച് മന്ത്രിയെ രാജിവെപ്പിച്ചിരിക്കുന്നു. കൃത്യമായി RSS നീക്കങ്ങൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. ഈ നീക്കങ്ങളും നരേന്ദ്രമോദിയുടെ ഈ ഇടപെടലും ഇതൊക്കെ തന്നെ നരേന്ദ്രമോദി സർക്കാർ 2029 രാജ്യം ശക്തമായിട്ട് ഭരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതിന്റെ കൃത്യമായ ഒരു നീക്കം കൂടിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ സമരം ഫുള്ള് പ്രശ്നമാക്കി രാജിവെക്കാതെ ഇത് പ്രശ്നത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലും കലാപത്തിന് തുനിഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട് വലിയ ഫണ്ട് കൊണ്ടെത്തിച്ചുകൊണ്ട് വലിയ രീതിയിൽ കലാപകാരികളെ രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിലെയും തലസ്ഥാന നഗരിയിലേക്ക് ആളുകളെ ഇറക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾ വലിയ ഇടപെടലുകൾ നടത്തുന്നു എന്ന കൃത്യമായ തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് ആ സമരക്കാരുടെ സകല ആവശ്യവും അംഗീകരിച്ചോ. ഇനി രാജ്യത്ത് നടക്കാൻ പോകുന്നത് ചാഠൂലമായ നീക്കമായിരിക്കും. ഇനി ഇതിന്റെ പേരിൽ തെരുവിൽ ആരിറങ്ങിയാലും തീഹാറിലേക്ക് തള്ളും. രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തി തന്നെ രാജ്യവിരുദ്ധരായിക്കൊണ്ട് തന്നെ അത്തരം ആളുകളെ തെരുവിൽ ഇറങ്ങുന്നവരെ എടുത്ത് ഉള്ളിലേക്കിടും. കാരണം സമരക്കാരുടെ സകലതും അംഗീകരിച്ചു കൊടുത്തു. രാജ്യത്ത് സമാധാനം പുലരുക, കൃത്യമായ ചടുലമായ രാജ്യ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സർക്കാരും ചെയ്യാത്ത രീതിയിൽ നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ച് പുതുതലമുറയെ അംഗീകരിച്ച് മുന്നോട്ടു പോകുന്നു. ഇനി കലാപകാരികൾ നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയും ആവർത്തിക്കാൻ തുനിഞ്ഞിറങ്ങിയവർ അടപടലം പെട്ടതല്ലേ?
നമ്മൾ ഈ കണ്ടിട്ടുള്ളത് ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ ചടുലമായ നീക്കമാണ്. 2029 നീക്കമാണ്. ഇത് പ്രതിപക്ഷത്തിനൊന്ന് കത്തി ഇതൊന്ന് മനസ്സിലായി തിരിച്ചറിവ് വരണമെങ്കിൽ 2029 നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോ ഈ ചടുലമായ നീക്കത്തിന്റെ റിസൾട്ടും അതിന്റെ വിവരവും രാജ്യത്തെ പ്രതിപക്ഷത്തിന് ലഭിക്കൂ എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം.